നമുക്ക് അല്ലാഹു നൽകിയ ഒരു ശരീഅത്തുണ്ട്. ആ ശരീഅത്തിന് എതിരെ പ്രവർത്തിക്കുന്ന ആരാണെങ്കിലും അരുത്, നമ്മൾ പെട്ടുപോകരുത്. അത് നമ്മുടെ സാമ്പത്തിക പ്രശ്നമല്ല, നാളെ ആഖിറത്തിൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മെ പഠിപ്പിച്ച നമ്മുടെ മശായിഖന്മാരുണ്ട്. അത് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നിന്നുകൊണ്ട് പഠിപ്പിച്ച ഒരു മതമുണ്ട്. ആ മതമാണ് സി.എം. വലിയുള്ളാഹി പാപ്പ ഇവിടെ പ്രചരിപ്പിച്ചത്. ആ മതമാണ് ഇന്ന് നമ്മുടെ മശായിഖന്മാർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ത്വരീഖിന് എതിരായി ആരെന്തു പറഞ്ഞാലും നാം പെട്ടുപോയാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടുപോയി. സമ്പത്തൊക്കെ ഒരു പക്ഷേ നമുക്കുണ്ടാവാം, വരും പോകും. പക്ഷേ ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ യുമ്മിനു മുഅ്മിനു യുംസി മുഅ്മിനു വയുമ്മിനു മുഅ്മിനു വയുംസി കാഫിറ യുസ്ബിഹു മുഅ്മിനു വയുംസി കാഫിറ വയുംസി മുഅ്മിനു വയുസ്ബിഹു കാഫിറ. ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ശൈഖുൽ മശായിഖ് അശ്ശൈഖ് മുഹമ്മദ് അബൂബക്കർ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹു വനഫഅനാ ബിഹി ഫിദാറൈൻ. ബഹുമാനപ്പെട്ടവർ ഇവിടെ ആത്മീയമായി ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരിയാണ്. അതിനാർക്കും സംശയം വേണ്ട. സംശയിച്ചാൽ അവൻ പരാജയപ്പെട്ടു പോകും. ബഹുമാനപ്പെട്ട സി.എം. വലിയുള്ളാഹി അവർകൾ ഒന്നാം നമ്പർ ഭരണാധികാരി. എന്തിനെയാണ് ഭരിക്കുന്നത്? ആത്മാവിനെ, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനെ ഭരിക്കുകയും ഈ ആത്മാവിൽ മഹബത്തും ഈമാനും ഇട്ടുതരികയും ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യുന്ന മഹൽ വ്യക്തിയാണ്. അവര് പറഞ്ഞതാണ്. അവരെ മുഹിബീങ്ങൾ, അവരെ മുരീദന്മാരല്ല പറഞ്ഞത്, അവര് തന്നെ പറഞ്ഞു അന ഖുത്ബുൽ ആലം, ഞാനാണ് ലോകത്ത് നിയന്ത്രിക്കുന്നത്. ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങുന്നില്ല. ഉപ്പാപ്പ പറഞ്ഞതാ. അല്ലാഹു അവിടുത്തെ മദദ് നൽകട്ടെ, മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളെന്താ ആമീൻ പറയാത്ത? ആമീൻ പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നുകൂടെ ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഉപ്പാപ്പാനെ മുറുകെ പിടിച്ചോളി. ഉപ്പാപ്പ നമ്മൾ വിചാരിച്ചതുപോലെ ഉപ്പാപ്പാനെ കണ്ടവരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഉപ്പാപ്പാന്റെ കറാമത്തോട് ഇവിടെ ഇങ്ങനെ നടക്കുമ്പോ കുറെ ആൾക്കാര് ചിലപ്പോ പേര് ശംസുന്നാവും ഗഫൂർന്നാവും പല ആൾക്കാരാവും. എന്നിട്ട് അതിങ്ങനെ ബാഡ് കമന്റ് എഴുതിയിട്ട് സുബ്ഹാനല്ലാഹ് അതിനൊക്കെ മറുപടി പറയേണ്ടി വരും. ആരെന്തോ പറഞ്ഞോ അതല്ല ഉപ്പാപ്പ, അതിനു മേലെയാണ് ഉപ്പാപ്പ. മഹാന്മാര് പറഞ്ഞതാ. നമ്മൾ പറയും സുബ്ഹാനല്ലാഹ് സി.എം. ഒരു എന്ത് വലിയ മഹാന, അങ്ങനെയല്ല, അതിനു മേലെയാ. നിങ്ങൾ എന്നെ ഉപ്പാപ്പനെ പറയേ, നിങ്ങൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനേക്കാളും മുകളിലാണ്. ഹലറത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ്, ലോകം മൊത്തം കണ്ട് അത് നിയന്ത്രിച്ച് ഞാൻ ഒന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖിന പറഞ്ഞ വാർത്ത, ഷെയ്ഖിനൊന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. ഞാൻ ഒന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖിന പറഞ്ഞ വാർത്ത, ഞാൻ ഒന്ന് അശ്രദ്ധയിലായാൽ പ്ലെയിനുകൾ തമ്മിൽ കൂട്ടിയിരിക്കും. ഷെയ്ഖിന പറഞ്ഞ വാർത്ത, ഷെയ്ഖിനൊന്ന് അശ്രദ്ധയിലായാൽ സംഭവിക്കും. അപ്പൊ ഇവിടെയുള്ള കാറ്റടിക്കുന്നതും ഇവിടെ മഴ വർഷിക്കുന്നതും ഇവിടെയുള്ള പ്ലെയിനുകളും വണ്ടികളൊക്കെ ഓടുന്നതെല്ലാം ഒരു വലിയന്റെ, ഒരു മഹാന്റെ, ഒരു റൂഹിന്റെ നിയന്ത്രണത്തിലാണ്. അള്ളാഹ് ഏൽപ്പിച്ചതാണ്. അതൊരു ലോകമാണ്. അപ്പൊ ഹദറത്തുൽ ഖുദ്സിൽ ഇങ്ങനെ കിടക്കാണ് ഷെയ്ഖുനാക്കൾ. എന്നിട്ട് ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കുന്നു, ഉമ്മുൽ കിതാബിലേക്ക് നോക്കുന്നു. ഉമ്മുൽ കിതാബ് ലൗഹുൽ മഹ്ഫൂദ് ഒന്നാണെന്ന അഭിപ്രായം വേറെയുണ്ട്. രണ്ടിലേക്ക് നോക്കി അതിലുള്ളത് മുഴുവനും പറയാൻ അവർക്ക് കഴിയും. പക്ഷേ അതിൽ നിന്ന് കോടിയിലൊന്ന് നമ്മുടെ മുമ്പിൽ പറഞ്ഞ്, അതാണ് നമ്മൾ ഭയങ്കര ആശ്ചര്യമായി തന്നെ നമുക്ക് കാണുന്നത്.